ഞാൻ പോണ സമയത്ത് നമ്മൾ കൂട്ടുകാരുണ്ട് ജോണി, അത് അത് പറയില്ല. ഈ വീട്ടിലുള്ള എല്ലാവരും മരിച്ചു അല്ലേ? അത് പുറത്ത് വിട്ടത് ആള് മരിച്ചുപോയി. അതിങ്ങനെ കടവ് മാത്രമേ ഉള്ളൂ കുറച്ച് കുഴപ്പമില്ലാത്തത്. അതിൻ്റെ വേക്ക് മൊത്തം പോയിട്ട് ഇടിഞ്ഞിട്ട് അതിനുള്ളിൽ 6 ആളോ 5 ആൾ അതിൻ്റെ ഉള്ളിൽ കടന്നു മരിച്ചു. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് ഞങ്ങൾക്ക് പറയാണ്, എവിടെയും പോയിട്ടില്ല, ഇപ്പോൾ ഒരു ക്യാമ്പ് ഇതേപോലെ ഒരു സുരക്ഷിതമായ സ്ഥലം ഉണ്ടാക്കിയിട്ട് വരാം, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കോളൂ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഓല് വല്ല VIP വന്നിട്ട് ഓല് പറയും ഇവിടെ നിൽക്കേണ്ട ഞങ്ങൾ മാറിക്കൊള്ളിരുന്നു. ഞങ്ങൾ എങ്ങോട്ടാ മാറുക? ഒരു സ്ഥലം വേണ്ട ഞങ്ങൾക്ക് മാറാൻ. ഇവിടെ എന്തായാലും പൊട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് ഇങ്ങനെ ഭീകരമല്ല, കുറഞ്ഞ വരവാണ് വരിക എന്നുള്ളത്. പക്ഷേ എന്തായാലും എന്താ പറയാ, ഞങ്ങളിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പോയത് എൻ്റെ കുടുംബമാണ്. എൻ്റെ ഭാര്യ വീട്ടിൽ കംപ്ലീറ്റ് പോയി. ഇനി നമുക്ക് ഈ നാട് വേണ്ട. ഇത് നമ്മൾ എൻ്റെ ഈ വീട് നമ്മളതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ സ്ഥിരതാമസമുള്ള ആൾക്കാരെ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഇത് പൊട്ടും എന്നുള്ളത് ഇതിനു മുമ്പ് പലവട്ടം ഇതേപോലെ ഉരുളുപൊട്ടിയാണ്. അത് നമ്മളത്ര വലിയ കാര്യമാക്കാറില്ല, ചെറിയ പൊട്ടാണ് വരൽ. ഈ പ്രാവശ്യം തലേന്ന് ഞാൻ ഇവിടുന്ന് തലേന്ന് തന്നെ ആവണേലും പെണ്ണുങ്ങളും പോയിട്ടില്ലെങ്കിൽ പോകാൻ കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ നീച്ച് നോക്കുമ്പോൾ രാവിലെ നമുക്കൊരു ബന്ധുവീടുണ്ട്. നമ്മൾ മോള് അരപ്പറ്റയാണ്. അപ്പോൾ നമ്മൾ അവിടെ തലേന്ന് പോയിട്ട് മോളടുത്ത് നിന്നിട്ട് ഉരുളോട്ടണ തലേന്ന് അപ്പം മോൾക്ക് സുഖലാറിൽ പോയതാണ്. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ടന്നെ വന്ന് ഇവിടെ എത്തിയപ്പോൾ തോണി മഴയൊക്കെ കണ്ട് ഇത് അമ്പലക്കുന്ന ഇതിന് മേലെ ഏറ്റവും മുകളിലാണ് നമ്മൾ അമ്പലമുള്ളത്. ആ അമ്പലക്കുന്നിൽ പിന്നെ ഇതുവരെ ഇവിടുന്ന് ഉറവ് വന്നിട്ടില്ല. ഉറവ് ചെറിയ ഉറവുകൾ ഉണ്ടാകുക അല്ലാതെ ഇവിടുന്ന് വലിയ ഉറവാണ് വന്നത്. വലിയ ഉറവാന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളം വന്ന് അത് കണ്ടപ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പായി പേടിച്ചു പോയി. മഴ പെയ്യും, ഉരുൾ പൊട്ടുന്നു. അങ്ങനെ ഞാൻ എന്താക്കി, നേരെ വന്ന് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് നമുക്ക് തടിയൂരാ, ഇവിടെ നിൽക്കണ്ട, പ്രശ്നമാണ്, ഇന്ന് തോന്നുന്നുണ്ട് മലക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവൾക്ക് പറഞ്ഞ് നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളെന്താക്കി, പിന്നെ എന്നാൽ പെണ്ണുങ്ങളെല്ലാം പരിപാടികളൊക്കെ കഴിച്ച് വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാട്ടുകണ്ട് കയറിയിട്ടുള്ള ചപ്പും ചവറ് പശുക്കളുണ്ട്. എനിക്ക് ഒരു 5-6 പശുക്കളുണ്ട്. അതാണ് നമ്മൾ ആലയാണ്, ആ കാണുന്നുണ്ടോ അവിടെ ഇതിനോട് പച്ച ഇത് കാണുന്നുണ്ടോ, അത് നമ്മൾ ആലയാണ്. പശുക്കളൊക്കെ കറവുള്ള. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അവിടെ പോയിട്ട് പശുക്കളൊന്നും വിട്ടില്ല. രാവിലെ വിട്ടിട്ട് വൈകുന്നേരത്ത് കെട്ടിയിരുന്നാണ്. അതിന് പിന്നെ എല്ലാ ചപ്പും ചവറും മുരിക്കിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടിട്ട് നിറച്ചിട്ട് പയ്യനെ അയക്കാതെ നാളെ വന്നിട്ട് നമുക്ക് അയക്കാറിട്ട് ഞങ്ങൾ പോണ സമയത്ത് ഞാൻ കടൻ്റെ അവിടെ പോയി. ഒക്കെ നമ്മളെ കൂട്ടുകാരും ബന്ധുക്കാരും അയൽവാസികളൊക്കെ അല്ലേ. കടൻ്റെ അവിടെ പോയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞ്, ഇവിടെ പോയിക്കോളി, ഇന്ന് നല്ല ഉരുൾ പൊട്ടും, ഇവിടെ തടി ഒരുക്കോളി, എല്ലാവരും പ്രശ്നമാണ്, എല്ലാവർക്കും നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതിന് മുമ്പ് 2-3 ഉരുൾ പൊട്ടിയിട്ട് ഇവിടുന്ന് എല്ലാവരും പോയിരുന്നു. ഞാനും പെണ്ണുങ്ങൾ മാത്രം ഇവിടെ വാതിലടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു. അന്ന് ഇവിടെ ആരും ഉണ്ടായിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ക്യാമ്പിലും ഓരോ ബന്ധുവീട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പം ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞു, നമുക്ക് പോയിട്ട് നമ്മളെ പശുക്കളില്ലേ ആയിട്ടാൾ അനാഥ ആവില്ല, പ്രശ്നമാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. അന്നൊന്നും സംഭവിച്ചില്ല. ഇത് എന്താ അറിയില്ല, 2 വട്ടം ഞാൻ ഇവിടെ നിന്നാണ്. 3-ാമത്തെ ദിവസം എനിക്കെന്താ അറിയില്ല, എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയാ എന്താന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എൻ്റെ പേരാണ്, എൻ്റെ വീടാണിത്. ഞാൻ ഇവിടെ നിന്നാലും എനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അതല്ലേ അതെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. വേറെ എല്ലായിടത്തും കംപ്ലീറ്റ് പോയിക്കണം. പക്ഷേ അപ്പോൾ ഞങ്ങളിവിടെ നിന്നാലും ഒന്നും സംഭവിക്കില്ല. എനിക്ക് നായുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാ മൃഗങ്ങളും ഇതാ. എൻ്റെ നായിനെ തരണ്ട് കാണില്ല. അതപ്പോൾ ഞാൻ വന്നത് ഒരു ഡോക്ടർമേ ഉണ്ടായിരുന്നു നമുക്ക്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്താക്കി, അവിടെ പോയിട്ട് ഓലും വീട്ട് വിടുന്നില്ല. ഞാൻ പെണ്ണിൻ്റെ അടുത്ത് തന്നല്ലോ വിടാതായപ്പോൾ ഞാൻ പോലീസടുത്ത് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരടുത്ത് നമ്മൾ കൂട്ടുകാരുണ്ട് ഒരു കൂട്ടത്തിൽ. ഓനത്ത് വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ പശുക്കളാ പോലെ എന്താക്കി പോയി കൊട്ടയിൽ കയറി പശുവിൻ്റെ കയറൊക്കെ കംപ്ലീറ്റ് അറുത്ത് വിട്ട് കോഴിക്കുള്ളത് അരി. ഓൻ പറഞ്ഞു എൻ്റെ വീട് മാത്രം ഒന്നും പോയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല പറഞ്ഞപ്പോൾ ഞാൻ വേഗം എന്നാൽ മഞ്ചൽ അരിയുണ്ട്, അതിലത്ത് കോഴിക്ക് നായ്ക്കൊക്കെ നായ്ക്കുള്ള ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാണ്. നായിനിവിടാൻ നമുക്ക് പേടി. ഈ നായാണ് നമ്മളൊക്കെ മൊത്തം നോക്കണത്. അപ്പോൾ ഓനെ വിട്ടില്ല. ഓൻ പറയാൻ എനിക്ക് വിടാൻ പറ്റില്ല. എന്നാൽ പിന്നെ ആർത്തേലും പറഞ്ഞിട്ട് വിടാൻ പറഞ്ഞിട്ട് അയച്ചു വിട്ടപ്പോൾ അത് നമ്മളെ തിരഞ്ഞിട്ടോ വെപ്രാളത്തിലോ പോയതാണെന്ന് തോന്നുന്നുണ്ട്, കാണില്ല.
അപ്പോൾ ഞങ്ങൾ 3 ദിവസമായപ്പോൾ അവിടെ വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നായ്ക്കും കോഴിക്കൊക്കെ പയറ് നിറച്ച് തിന്നാൻ കൊടുത്ത് എല്ലാം സേഫ്റ്റിയാക്കി. അപ്പോൾ എന്താ ഞാൻ പോണ സമയത്ത് നമ്മൾ കൂട്ടുകാരുണ്ട് ജോണി, അത് അത് പറയില്ല. ഈ വീടുകളൊക്കെ ഇവിടൊക്കെ താമസക്കാരെ ഇവിടുത്തെ എന്തും പറ്റും? ഈ താഴത്ത് കാണുന്ന വീടുകളിലെ ഇതോ ഇവര് തലേന്ന് ഇതിന് ഒച്ച കേട്ടിട്ട് കുറെ ആൾക്കാർ ഓടിക്കണ്. ഈ വീട്ടുകാർക്ക് ഇതിന്റെ താഴേക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ കാട്ടിന് കുറച്ച് ആൾക്കാർ ബസ് സ്റ്റാൻഡിന്റെ അടുക്ക് കയറിയിരിക്കണം. ബസ് സ്റ്റാൻഡിന്റെ അടുക്ക് കയറിയിട്ട് പിന്നെ ഇത് പൊട്ടുന്ന് കണ്ടപ്പോൾ ഓല് നേരെ ഈ കാട് കയറിക്കുക. ഈ കാട് കയറിയിട്ട് അവിടെ ഇവിടെ നമുക്കൊക്കെ പരിചയമുള്ള സ്ഥലമല്ലേ. ചെറുപ്പം മുതലേ അറിയില്ല എവിടെ പോയാലും പൊട്ടായിരിക്കുക, എന്താ എന്ത് സംഭവിച്ചാലും നമുക്ക് എങ്ങോട്ടാ മാറണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ വന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇതിൽ ഇവിടെ വയനാട്ടിലല്ല, ഇവിടെ തന്നെ ആദ്യമായിട്ടാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാ നമ്മളെ വിധി. അത് പുറത്ത് വിട്ടത് ആള് മരിച്ചുപോയി. മരിച്ച പെണ്ണുങ്ങൾ ആശുപത്രി ഐസിയിലാണ്. പിന്നെ കുറേ എല്ലാവരും അത് ആ വീട് നേരെ തൊട്ടടുത്തുള്ള വീട്, അത് ഇങ്ങനെ കടവ് മാത്രമേ ഉള്ളൂ കുറച്ച് കുഴപ്പമില്ലാത്തത്. അതിൻ്റെ വേക്ക് മൊത്തം പോയിട്ട് ഇടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ 6 ആളോ 5 ആൾ അതിൻ്റെ ഉള്ളിൽ കടന്നു വെച്ചു. അവരെ എടുത്തിട്ട് പോയതാണ്. അതിന് മുമ്പ് അവരൊന്ന് വന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്താ ഒരുത്ത മാത്രമേ അതിന് രക്ഷപ്പെടുത്തുള്ളൂ. വിഷ്ണു പറഞ്ഞ എടുത്താൽ ഞങ്ങളൊക്കെ കൂട്ടുകാരും ബന്ധുക്കാരും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്താ ചെയ്യാ. എനിക്കൊന്നും ഇവിടെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ മറ്റേ റിപ്പോർട്ട് ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങനെ അത് ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ട് തലേന്ന് പറയാണ്, ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഞങ്ങൾക്ക് പറയാണ് നിങ്ങളൊന്ന് മാറി താമസിച്ചോളും പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടാ പോവാ? ഒരു സ്ഥലം പറഞ്ഞു തരും. ഞങ്ങൾക്ക് പോകാൻ ഒരു ഇടമല്ല. ഇടമല്ലാന്നുണ്ടെങ്കിൽ ബന്ധുവീട്ടുകാർ കുറഞ്ഞ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ബന്ധുവീട്ടുകാരുണ്ട്, അവർക്ക് പോകാമെന്നല്ല. ഇല്ലല്ല, ഞമ്മക്കും പോകാൻ പറ്റില്ല. ഞമ്മക്ക് എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ ഒരു ക്യാമ്പ് ഇതേപോലെ ഒരു സുരക്ഷിതമായ സ്ഥലം ഉണ്ടാക്കിയിട്ട് വരാം, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കോളും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഇതല്ലാന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോവാ? വന്നിട്ട് മാറിക്കോളും പറയുമ്പോൾ നമ്മൾ അതല്ല അതുപോലെ ഒന്നും പറയില്ല. വരുന്നവർ പറയും ഇവിടെ നിൽക്കണ്ട, എല്ലാവരും മാറിക്കോളി. ഇന്ന് വരുന്നവർ വന്നിട്ട് ഓല് വല്ല VIP വന്നിട്ട് ഓല് പറയും ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ മാറിക്കോളി. ഞങ്ങൾ എങ്ങോട്ടാ മാറുക? ഒരു സ്ഥലം വേണ്ട ഞങ്ങൾക്ക് മാറാൻ. അപ്പോൾ ഞങ്ങളെന്താക്കും, അന്നത്തെ ദിവസം പേടിച്ച് കടന്നുറങ്ങും. അങ്ങനെ തന്നെയല്ലേ ചെയ്യാ. കാരണം ഇത്ര ഭീകരമായിട്ട് വരും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളെന്താക്കും അന്ന് രാത്രി ഉറങ്ങൂല. സത്യത്തിൽ ഇനി മഴ ഇല്ലെങ്കിലും ശരി മനസ്സിൽ ബേജാറാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ആ മലയ്ക്ക് പോകും. ഈ മല രാത്രി ചെയ്യുന്നതാണിത് ഞങ്ങൾ എല്ലാവരും അവസ്ഥ അതന്നെ. ഇപ്പം ഇനിയിപ്പോൾ എത്ര എങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞാലും രാത്രി ഇറങ്ങിയിട്ട് ആ മലയ്ക്ക് നോക്കുക, എന്നിട്ട് വീട്ടിൽ കയറി ഇരിക്കുക. ഇതാണ് നമ്മളെ അവസ്ഥ. കട്ടൻ ചായ കുടിക്കുക, വീട്ടിലാളുണ്ടാവും, എന്നിട്ട് അങ്ങനെ ഞങ്ങളെ ജീവിതം അങ്ങനെ കഴിഞ്ഞ് പോയി ചെയ്യുക. അങ്ങനെ നിൽക്കുക അന്നത്തെ ദിവസം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മേലൊക്കെ പോയി ഈ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടിയിട്ട് പിന്നെ ഞങ്ങൾ അതിന് മുകളിൽ പോയി നോക്കി താമസിച്ചാൽ ഒരു മണ്ടയിൽ പോയി. നമ്മൾ എൻ്റെ പേര് കോയ എന്നാണ്, സേതിരി കോയ എന്നാണ്. ഞങ്ങൾ ആരും ഇവിടെ എന്ത് വന്നിട്ട് ഇന്ന് കുറേ കൂട്ടും ഞങ്ങൾ അങ്ങനെ കമ്പനി ആയിട്ടൊക്കെ കുറേ സ്ഥലങ്ങളിൽ പോകണം. ഈ മലിൻ്റെ മുകളിൽ ഞങ്ങൾ എത്രയോ ദിവസങ്ങളിൽ നിന്നാ. അങ്ങനെ ദിവസങ്ങളോളം നിൽക്കല്ല, എത്രയോ വട്ടം പോയി ഒരു ദിവസം നിൽക്കും, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ എന്തായാലും പൊട്ടുന്നുള്ളൂ ഞങ്ങൾക്കും അറിയാം. പക്ഷെ അത് ഇങ്ങനെ ഭീകരമല്ല, കുറഞ്ഞ വരവാണ് വരിക എന്നുള്ളത് ആണെന്ന് ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചതിന് മുമ്പേ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്തായാലും എന്താ പറയാ, ഞങ്ങളിപ്പോൾ മൃഗങ്ങൾ പുലി, നെരി, കാട് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ആനുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പാടിയിലാണ് നമ്മളെ പേരെന്താ താഴെ ഭാഗത്താണ്. എവിടെ പൂളക്കാട് അത് അവിടെ കണ്ടില്ലേ, ആ ഭാഗത്ത് നമ്മളെ പേര് അടക്കം ചേർത്തെടുത്തിട്ട് പോയിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മലയിൽ നിന്ന് വെള്ളം വരുമ്പോൾ പിന്നെ സാധാരണ ഉരുളൊട്ടിയിട്ട് വരും. സാധാരണ വെള്ളം വരുമ്പോൾ നേക്കിൽ ഇങ്ങനെ അതെങ്ങനെ പോവാം, പതുക്കെ വന്നിട്ട് പിന്നെ കൂടി വരിക. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ പൊട്ടിൽ പൊട്ടിയാൽ ഒരേ പോക്കെ പോവാം. അത് ഇതിപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് ഇവിടെ കുയ്യാണ് വിചാരിച്ചോളി, ഈ കുയ്യിലേക്ക് മറിയില്ല, കുന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ കുയ്യും ഇവിടെ കുന്നുമാണ്. ഈ കുന്നിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്പീഡിലല്ല പോണത്. ഈ പോണ പോക്കിൽ അവിടെ പോയിട്ട് മല ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇടിച്ചിട്ട് ചുവറ്റിട്ട് തിരിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ കുയ്യിലേക്ക് ചെറിയ തോതിലാണെങ്കിൽ നേരെ വന്നിട്ട് കുയ്യിലേക്ക് ഇറങ്ങി പോകും. അങ്ങനെയാണ് ഇതിന് മുമ്പ് സംഭവിച്ചൊക്കെ. അവിടുന്ന് വരുന്ന വരവിലോ ഇതിൻ്റെ താഴെ നല്ലൊരു പുഴയുണ്ട്, നല്ല പുഴ. ആ പുഴയിലേക്ക് നേരെ ഇറങ്ങും, അങ്ങനെ പോകും. ഇതെന്ന് പറഞ്ഞാൽ ഇത് വരുന്ന വരവിൽ സ്പീഡിലാണ് വന്നത്. സ്പീഡിൽ വന്നപ്പോൾ ഈ ഇവിടെ നമ്മളെ പീടിക കണ്ടില്ല നിങ്ങൾ, ആ പള്ളീൻ്റെ അവിടെ കണ്ടില്ല പീടിക, ആ പീടികേൻ്റെ അവിടെ നിന്ന് കുന്നാണ്. ആ കുന്നിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചുറ്റിയിട്ട് നേരെ ഒറ്റപ്പെടുത്ത് അങ്ങനെ പിടിച്ച്
ഇങ്ങനെ നേരെ തന്നെ പിടിച്ച് നേരെ പിടിച്ചപ്പോൾ അവിടെ പോയിട്ട് അവിടെ കൊണ്ടപ്പോൾ അതൊരു കുന്നാണ് അതാണ്ട് ആ കുന്ന് ആ കുന്നിലൊക്കെ കൊണ്ടുപോയി പിന്നെ കുന്നിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ ചുവറ്റിയിട്ട് നേരെ ക്രോസിൽ ഇങ്ങനെ പോയിക്കണം അങ്ങനെ തന്നെ ഇത് പോകാൻ ഒരിക്കലും 100% അങ്ങനെ തന്നെ ചാൻസ് ഉള്ളൂ എന്താ ആ ഇനി മുണ്ടക്കയില്ല ഇനി ഇതില്ല ഇനി എന്തായാലും നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല നമ്മൾ കോഴിയുണ്ട് നായുണ്ട് ഇതിനൊക്കെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചിട്ട് നമ്മൾ വല്ല വാടക വീടോ എന്തെങ്കിലും നോക്കിയിട്ട് എവിടെയെങ്കിലും പോകണം അതും സ്ഥലമാണ് ഇനി നമ്മൾ തരണം ചെയ്ത് ഇനി നമ്മൾ ജീവിക്കും നമുക്ക് അതിന് കഴിയണമല്ലോ നമ്മൾ അതല്ല നമ്മൾ അതെന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ട് വരില്ലാണ്ട് ഇവിടെ ആർക്കും വരാനാ ഇവിടെ ഏറ്റവും കൂടുതൽ പോയത് എൻ്റെ കുടുംബമാണ് അല്ല ഏറ്റവും കൂടുതൽ പോയതല്ല എൻ്റെ കുടുംബത്തിൽപ്പെട്ട കുറേ ആൾക്കാർ പോയി പക്ഷേ എൻ്റെ ബാക്കിയുള്ള എൻ്റെ ഭാര്യ വീട്ടുകൾ കംപ്ലീറ്റ് പോയി എൻ്റെ ഈ കാണുന്ന ഇതാണ് ആ പള്ളി കണ്ടില്ലേ ആ പള്ളിയുടെ നേരെ മേലെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിലുള്ള അവർക്ക് റിസോർട്ടൊക്കെ ഉള്ള ഇവിടെ വലിയ റിസോർട്ടൊക്കെ ഉണ്ട് അവർ മൊത്തം പോയി അവർ ഒരു കുട്ടിയെ 2 കുട്ടിയുടെ ബാക്കിയായിട്ടുള്ളൂ അവർ പോയി അതിൻ്റെ താഴെ ഒരു പേരുണ്ടായിരുന്നു അവിടെ നമ്മളെ അമ്മച്ചൻ്റെ അമ്മായി ആ വകുപ്പ് കുറേ ഭാര്യ വീട്ടുകളുണ്ടായിരുന്നു അവർ പോയി ഇവിടെ ആലക്കൽ പറഞ്ഞാൽ നമ്മളെ ഭാര്യ വീടിൻ്റെ ഭാര്യ വീടിൻ്റെ ബന്ധം അതിൽ കുറേ ആൾക്കാർ പോയി പിന്നെ ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരും കുടുംബക്കാരും എന്തായാലും ഞങ്ങൾക്ക് ഇനി ഒരു ഏകദേശം ഒരു 20% ആൾക്കാർ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പോയി പിന്നെ നമ്മൾ എങ്ങനെ വരാനും കിട്ടും ഇനി നമുക്ക് ഈ നാട് വേണ്ട ഇത് നമ്മൾ കാരണം നമുക്ക് 2-3 സൂചനകൾ ഇവിടെ എത്രയോ വട്ടം സൂചനകൾ തന്നു പക്ഷേ നമ്മളൊന്നും അന്നൊന്നും ഇത്ര സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല ഇത് സംഭവിച്ചു പോയി